3 സ്ട്രിങ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 10 പാനലിൻ്റെ ഒരു സ്ട്രിങ്, അടുത്ത 10 പാനലിൻ്റെ ഒരു സ്ട്രിങ്, പിന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് സീറോ എക്സ്പോർട്ട്, അതായത് KCBയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാതെ നമ്മുടെ ലൈവ് ഉപയോഗം നടത്താനും അങ്ങനെ പല. ബാറ്ററി എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ 150 Hൻ്റെ 8 ബാറ്ററി വെക്കുന്ന ജനറേറ്റർ ഇൻപുട്ടുണ്ട്. നമുക്ക് ജനറേറ്ററിൻ്റെ പവർ കൊടുക്കാൻ ഒരു ഇൻപുട്ട് വരുന്നുണ്ട്. ഇത് പിന്നെ വൈഫൈക്ക് ഇൻവെർട്ടറിലേക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ പോകണം എന്ന അത്യാവശ്യം ലൈറ്റ്, ഫാൻ, TV, ഫ്രിഡ്ജ്, മിക്സി, അതുപോലെ തന്നെ ഒരു 1.5 Hക്ക് വേണ്ടെന്ന് വെക്കാം. KCB ആയിട്ടുള്ള ബന്ധം നമുക്ക് വിച്ഛേദിച്ചിട്ട് നമുക്ക് KCB ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ നമുക്കിത് പ്യുവറായിട്ടൊരു പ്രശ്നമാണ് TOD ബില്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ബില്ലിംഗ് ഒരു 500 യൂണിറ്റിന് മേളിൽ ഉപയോഗിക്കുന്നില്ല. നമുക്ക് ടൈം ബേസ്ഡ് ആയിട്ട് എവിടെ നിന്നൊക്കെ ഇതിൻ്റെ പവർ ഉപയോഗിക്കണം എന്നുള്ളത് ഇതിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് സപ്ലൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. 1 സോളാർ, 2 ബാറ്ററി, 3 KCB, 4 ജനറേറ്റർ. ടെക്നോ കാഞ്ഞിരപ്പള്ളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡൈ എന്ന് പറയുന്ന കമ്പനിയുടെ ഹൈബ്രിഡ് ഇൻവേർട്ടറിൻ്റെ ഇൻസ്റ്റലേഷനാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലിയോണിക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ലിഥിയം ബാറ്ററിയാണ്, ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. അതിൽ നമ്മൾ 10 kW ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട്. 12 kW ഇൻവേർട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ പാനൽ കൊടുത്തിരിക്കുന്നത് 12 kW ഡൈയുടെ 12 kW ഇൻവേർട്ടറിൽ നമുക്ക് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്ന ഏകദേശം ഒരു 15,500 വാട്ട്സ് വരെ ലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ പാനൽ. അപ്പോൾ നമ്മളൊരു ഏകദേശം 28 പാനൽ, ഏകദേശം 15 kW വരുന്ന 28 പാനൽ നമ്മളിവിടെ ചെയ്യും. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന UTL സോളാറിൻ്റെ മോണോപ്പർക്ക് ഹാഫ് കട്ട് സോളാർ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UTL ആകുമ്പോൾ നമുക്കറിയാം ഓൺസൈറ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോളാർ പാനലിന്. അതുപോലെ തന്നെ നമ്മളിവിടെ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സ്ട്രക്ചറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ 2 സെക്ഷന് വേണ്ടി നമുക്കിവിടെ ഒരു വാക്ക് വേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു 2 സെക്ഷന് വേണ്ടി അവിടെ ഒരു വാക്ക് വേയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ പാനൽ ടു പാനൽ അതുപോലെ സ്ട്രക്ചർ ചേർത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈനിങ് അറസ്റ്റർ നമ്മൾ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇവിടെ മോൾ വശത്ത് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് താഴെ പോയിട്ട് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഈ ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഗ്രിഡും അതുപോലെ ഓഫ് ഗ്രിഡും കൂടെ മിക്സാണ്. ഇപ്പോൾ ഓൺ ഗ്രിഡിലുള്ള അതായത് പോരായ്മകളും ഓഫ് ഗ്രിഡിലുള്ള പോരായ്മകളെയും പരിഹരിച്ചുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒന്നിപ്പിച്ചിട്ടാണ് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റം വരുന്നത്. ഇപ്പം ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമുക്കൊരു 10 യൂണിറ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ 10 യൂണിറ്റ് നമ്മുടെ പുറത്ത് ഉൽപ്പാദിപ്പിക്കുകയും അതിൽ 5 യൂണിറ്റ് നമ്മൾ ലൈവായിട്ട് ഉപയോഗിക്കുന്നു, ബാക്കി 5 യൂണിറ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. ബാറ്ററി സേവ് ചെയ്യുന്നതിന് പകരം വൈകുന്നേരം അത് തിരിച്ചെടുത്ത് ഉപയോഗിക്കുന്നു. അതാണ് ഓൺ ഗ്രിഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് വീട്ടിലെ ഒരു ഇൻവെർട്ടറിലുള്ള ലൈറ്റും ഫാനും മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം 10 യൂണിറ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ 10 യൂണിറ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ 5 യൂണിറ്റ് നമ്മൾ പകൽ ലൈവായിട്ട് ഉപയോഗിക്കുന്നു, ബാക്കി 5 യൂണിറ്റ് ബാറ്ററി സ്റ്റോർ ചെയ്തിട്ട് വൈകുന്നേരം ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AC അതുപോലുള്ള എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞതൊരു കുറേ ബാറ്ററീസ്, ഒരു 8 ബാറ്ററിയെങ്കിലും, അതായത് 1-2 AC ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ബാറ്ററികൾ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ മാറണം. അതുപോലെ നമുക്ക് വീട്ടിലെ എല്ലാ എക്യുപ്മെൻറ്റ്സും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഡ്രോബാക്കുകളുണ്ട്. പക്ഷേ ഹൈബ്രിഡിനെ സംബന്ധിച്ച് ഇത് നമുക്ക് പകൽ സമയത്ത് ലൈവായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, നമ്മുടെ ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതിലിപ്പോൾ ഒരു 5 kW ഹൈബ്രിഡാണ് വെക്കുന്നതെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ACയും അതുപോലെ ബാക്കിയുള്ള വീട്ടിലെ അത്യാവശ്യം എല്ലാ എക്യുപ്മെൻറ്റ്സും, ലൈറ്റ്, ഫാൻ, TV, ഫ്രിഡ്ജ്, മിക്സി, അതുപോലെ മോട്ടർ എല്ലാം നമുക്കിതിൽ കൊടുക്കാനും സാധിക്കും. അപ്പം ഓൺ ഗ്രിഡിൻ്റെ ഡ്രോബാക്കും ഓഫ് ഗ്രിഡിൻ്റെ ഡ്രോബാക്കും കൂടെ ഒഴിവാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു കോമ്പിനേഷനാണ് ഹൈബ്രിഡ്. ഇതാണ് നമ്മുടെ 12 kW ഡൈഡ് ഹൈബ്രിഡ് ഇൻവെർട്ടർ വരുന്നത്. ഇത് നമ്മൾ ഇതിപ്പോൾ ഒരു കൊമേഴ്സ്യൽ യൂസിലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5 kW ആവശ്യമേ വരുള്ളൂ. ഇതിപ്പോൾ നമുക്ക് കൊമേഴ്സ്യൽ പർപ്പസ് ആയിട്ടാണ് നമ്മൾ 12 kW നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് DC-DB ആണ് വരുന്നത്. 3 സ്ട്രിങ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 10 പാനലിൻ്റെ ഒരു സ്ട്രിങ്, അടുത്ത 10 പാനലിൻ്റെ ഒരു സ്ട്രിങ്, പിന്നെ ഒരു 8 പാനലിൻ്റെ സ്ട്രിങ്, അങ്ങനെ 3 സ്ട്രിങ് ആയിട്ടാണ് ഇത്. DC സൈഡിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി DC-DB. പിന്നെ ഈ സൈഡിൽ നമുക്ക് AC-DB വരുന്നുണ്ട്. 3 ഫേസ് ആണ്. ഇത് വരുമ്പോൾ 3 ഫേസ് ആണ്. അപ്പോൾ 3 ഫേസിൻ്റെ ഒരു AC-DB വരുന്നുണ്ട്. അതേ തന്നെ നമ്മളൊരു CT കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് സീറോ എക്സ്പോർട്ട്, അതായത് KCBയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാതെ നമ്മുടെ ലൈവ് ഉപയോഗം നടത്താനും അങ്ങനെ പല ഉപയോഗങ്ങൾക്ക് പല രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും ഈ CT വെച്ചിട്ട്. പിന്നെ നമ്മളിവിടെ ഒരു ചേഞ്ച് ഓവർ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഇൻവെർട്ടറിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു ചേഞ്ച് ഓവർ, പിന്നെ ഒരു ഇൻപുട്ട്, പിന്നെ ഒരു ഔട്ട്പുട്ട്, ഇത്രയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഇൻവെർട്ടറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് ഒരു സിമ്പിൾ ഒരു ഇൻ്റർഫേസാണെന്ന് പറയാം. നമുക്ക് ഇതിലേക്ക് നോക്കിയാലറിയാം, നമുക്കെല്ലാം ഈച്ച് ഡീറ്റെയിൽ ഇതിൻ്റെ അകത്ത് വരും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:45. ഇപ്പം ഒരു മഴ ടൈമും കൂടാണ്, അതുകൊണ്ടാണ് നമുക്ക് പ്രൊഡക്ഷൻ നമുക്കിതിൻ്റെ അകത്ത് കാണിക്കുന്നത്. സോളാറിൽ നിന്ന് ഏകദേശം ഒരു 400 വാട്ട്സ് പ്രൊഡക്ഷനെ കാണിക്കുന്നുള്ളൂ. നമുക്കിപ്പം KCBയിൽ നിന്ന് 3 kW എടുക്കുന്നുണ്ട്. ഇപ്പോൾ ലോഡ് 3 kW ഉണ്ട്.
അതുപോലെ ഇത് ഇപ്പോൾ ബാറ്ററിക്ക് 77% ഉണ്ട് ചാർജ്. ഇപ്പോൾ ബാറ്ററി സോളാറിൽ നിന്ന് മാത്രമായിട്ട് ചാർജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, കറണ്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കറണ്ടിൽ നിന്ന് കുറച്ച് മാത്രം ചാർജ് ചെയ്ത് മാത്രം സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഇതാണ്, നമ്മുടെ ലിയോണിക്സിൻ്റെ ബാറ്ററിയാണ് വരുന്നത്. ഇത് 51.2 വോൾട്ട് 100 AHൻ്റെ 2 ബാറ്ററിയാണ്. ഇത് മേലത്തെ ഒരു ബാറ്ററി, താഴത്തെ ഒരു ബാറ്ററി. ഇത് മാസ്റ്ററും ഇത് സ്ലേവുമാണ് വരുന്നത്. ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ അറിയാൻ പറ്റും. SOC ഉണ്ട്, അതായത് എന്തോരം പെർസെൻറ്റേജ് ചാർജ് ഉണ്ട്, എത്ര വാട്ട്സ് ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതുപോലെ എത്ര വോൾട്ടേജ് ഉണ്ട്, അതുപോലെ ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയുണ്ട്, എത്ര ആംബിയറിൽ ചാർജിങ് നടക്കുന്നുണ്ട്, അതുപോലെ എത്രയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ, കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയാൻ പറ്റും. ബാക്കിയുള്ള സെറ്റിങ്സ് എല്ലാം നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇവിടെ ഓരോ DC MCBകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മളിതാണ് 2 ബാറ്ററി തമ്മിൽ പാരൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന് നമുക്ക് സിസ്റ്റം ഓൺ ചെയ്യാനും ഇതിൻ്റെ അകത്ത് ആക്റ്റീവ് ബാലൻസർ ഓൺ ചെയ്യാനും വേണ്ടിയിട്ട് ഓരോ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ, അതായത് ഇൻവെർട്ടറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ടെമ്പറേച്ചർ, വോൾട്ടേജ് എല്ലാം ഇൻവെർട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ കേബിൾ വഴിയാണ്. ഈ ബാറ്ററി ടു ബാറ്ററി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പാരലൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതും ഈ ഒരു കേബിൾ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ളത്. ഈ ബാറ്ററി എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ 150 AHൻ്റെ 8 ബാറ്ററി വെക്കുന്നതിന് തുല്യമാണ് നമുക്ക് ഈ ബാറ്ററി. നമുക്ക് 150 AHൻ്റെ 8 ബാറ്ററി എന്ന് പറയുമ്പോൾ ഏകദേശം അറിയാം, ഒരു റൂമിൻ്റെ ഹാഫ് ഏരിയ അത് കൺസ്യൂം ചെയ്യും. ഇതെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു 2 ബാറ്ററിയുടെ സ്പേസ് മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ. നമുക്കിനി ഇതിൻ്റെ ഇൻപുട്ട് ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ഇതിൻ്റെ അടിയിൽ വരുന്നത് ഒരു ജനറേറ്റർ ഇൻപുട്ടുണ്ട്. നമുക്ക് ജനറേറ്ററിൻ്റെ പവർ കൊടുക്കാൻ ഒരു ഇൻപുട്ട് വരുന്നുണ്ട്. ഇത് പിന്നെ വൈഫൈ കണക്ടറാണ്, വൈഫൈ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ലോഡയിലോട്ട് കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ ഗ്രിഡ് കണക്ഷൻ കയറ്റി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ജനറേറ്ററിലും ചാർജ് ചെയ്യാം, കറണ്ടിലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ കറണ്ട് ഉള്ളപ്പോൾ മാത്രം എക്സ്പോർട്ട് ചെയ്യുക, ആ ഒരു ഓപ്ഷനും നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ ഇത് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 2 MPPT ആണ് വരുന്നത്. പക്ഷേ 3 കണക്ഷൻ ഇവിടെ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ 2 ഇൻറ്റേർണലി പാരലാണ്. അത് 25 ആംപിയർ സപ്പോർട്ട് ചെയ്യുന്ന MPPT ആണ് ആദ്യത്തെ MPPT വരുന്നത്. രണ്ടാമത്തെ 12.5 ആംപിയറും സപ്പോർട്ട് ചെയ്യും. അതുപോലെ ബാറ്ററി കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ CTയിലോട്ടുള്ള കണക്ഷൻ. ഇത്രയുമാണ് ഇതിൻ്റെ ലോവർ സൈഡിൽ വരുന്ന കണക്ഷൻസ് വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ DC ഉണ്ടെങ്കിൽ DCയുടെ ഇത് LED ഇൻഡിക്കേഷൻ ഉണ്ടാവും, AC സൈഡ് ഉണ്ടെങ്കിൽ ACയുടെ ഇൻഡിക്കേഷൻ ഉണ്ടാവും, വർക്കിംഗ് ആണെങ്കിൽ നോർമൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ല, അലാമായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ ഇത് ഓരോന്നും ടച്ചാണ്. ഈ പാനൽ ടച്ച് പാനലായതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിൻ്റെ ഡീറ്റെയിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമുക്കിപ്പോൾ സോളാർ പാനൽ കണക്ട് ചെയ്യണം. സോളാർ പാനലിൽ ഓരോ MPPTയിലും വരുന്ന ആംബിയർ, വോൾട്ടേജ്, എത്ര വാട്ട്സ് പ്രൊഡക്ഷൻ ഉണ്ട് എന്നീ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുപോലെ ഒരു ദിവസത്തെ എത്ര പ്രൊഡക്ഷൻ ഉണ്ട്, ടോട്ടൽ പ്രൊഡക്ഷൻ എത്ര എന്നീ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. ഇനി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്പ്ലേ തന്നെ അറിയാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് മൊബൈലിലും അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കറണ്ടിലാണെങ്കിൽ നമ്മൾ KCBയിൽ എത്ര വോൾട്ടേജ് ഉണ്ട്, എത്ര ഫ്രീക്വൻസി വരുന്നുണ്ട് എല്ലാം നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ബാറ്ററിയിലാണെങ്കിൽ ബാറ്ററിക്ക് ഇപ്പോൾ എത്ര ശതമാനം ഇതുണ്ട്, അതുപോലെ എത്ര ആംപിയർ ചാർജിങ് നടക്കുന്നുണ്ട്, എത്ര വാട്ട്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ എത്രയുണ്ട്, അത് കാര്യങ്ങളെല്ലാം അതിലറിയാൻ പറ്റും. ലോഡിലാണെങ്കിൽ എത്ര ലോഡ് എടുക്കുന്നുണ്ടോ, ഓരോ ഇതിലും എത്ര ലോഡ് വെച്ച് എടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഓരോ ഫേസിലും നമുക്ക് എത്ര ലോഡ് എടുക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ എന്തോരം ലോഡ് ടോട്ടൽ ഇത് കൺസ്യൂം ചെയ്തെന്നുള്ള ഡീറ്റെയിൽ നമുക്കിവിടെ അറിയാൻ പറ്റും. അതിലും അതുപോലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്ത് എല്ലാ സിമ്പിൾ സെറ്റിങ്സാണ്. എല്ലാ ഡീറ്റെയിലും നമുക്കിവിടെ അറിയാൻ പറ്റും. ബാറ്ററി സെറ്റിങ്സ് ആണെങ്കിൽ ബാറ്ററിയിൽ ഇപ്പോൾ ലിഥിയം ആണെങ്കിൽ ലിഥിയം സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കിപ്പോൾ ജനറേറ്ററിൽ ചാർജ് ചെയ്യണമെങ്കിൽ അങ്ങനെ അതിൻ്റെ ഓപ്ഷൻസൊക്കെ ഇതിൻ്റെ സെറ്റ് ചെയ്യാൻ പറ്റും. എത്ര ആംപിയറിൽ കറണ്ടിൽ നിന്ന് ചാർജ് ചെയ്യണം, എത്ര ആംപിയർ ജനറേറ്ററിൽ ചാർജ് ചെയ്യണം, അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഗ്രിഡിൽ നിന്നാണെങ്കിലും ഫ്രീക്വൻസി കാര്യങ്ങളെല്ലാം നമുക്കിതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനെല്ലാം ഫ്രീക്വൻസി ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. അതായത് ജനറേറ്ററൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ചിലപ്പം ഇൻപുട്ടായിട്ട്, അതായത് ഓട്ടോമാറ്റിക് ATS വെച്ചിട്ടുള്ള ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് പോകുമ്പോൾ ജനറേറ്റർ ഓണാകുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസിയൊക്കെ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ എക്സ്പോർട്ട് ഇല്ലെങ്കിൽ ഓഫ് ഗ്രിഡായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ജനറേറ്റർ പോർട്ടിൻ്റെ ഉപയോഗം, ജനറേറ്റർ കണക്ട് ടു ഗ്രിഡ് ഇൻപുട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കുറേ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അഡ്വാൻസ്ഡ് ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം ബേസിക് ഇതിൻ്റെ അകത്തെല്ലാം നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ അറിയാൻ പറ്റും എന്നുള്ളൊരു ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. ഈ ഹൈബ്രിഡ് സോളാർ ഇൻവേർട്ടറിൻ്റെ മേന്മകൾ, എന്തുകൊണ്ട് നമ്മൾ ആ സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറിലേക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ പോകണം എന്നുള്ളതിനെപ്പറ്റി അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിൽ നമുക്ക് ഒന്നാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈബ്രിഡ് ആകുമ്പോൾ നമ്മൾ നോർമലി ഓൺ ഗ്രിഡ് വെച്ചാലും നമുക്ക് പവർ പോകുന്ന സമയത്ത്, ഓൺ ഗ്രിഡാണ് നിലവിൽ നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഓൺ ഗ്രിഡ് ആയിരിക്കും.
അപ്പം നിലവിൽ നമുക്ക് പവർ പോകുന്ന സമയത്ത് വീട്ടിലുള്ള ഒരു ചെറിയ ഇൻവെർട്ടറുള്ള ലൈറ്റോ ഫാനോ മാത്രമേ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഇതുപോലുള്ള ഈ 5 കിലോ വാട്ട്സിൻ്റെ അല്ലെങ്കിൽ 3 കിലോ വാട്ട്സിൻ്റെ ഹൈബ്രിഡാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ആ റെസ്പെക്റ്റീവായിട്ടുള്ള ഇൻവെർട്ടറിൻ്റെ എത്ര ലോഡാണോ അതിനനുസരിച്ചുള്ള ലോഡ് നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് ഒരു 5 കിലോ വാട്ട്സ് ആണ് വീട്ടിൽ അത്യാവശ്യം ലൈറ്റ്, ഫാന്, TV, ഫ്രിഡ്ജ്, മിക്സി, അതുപോലെ തന്നെ ഒരു 1.5 HP മോട്ടർ, അതുപോലുള്ള വീട്ടിലെ അത്യാവശ്യം എല്ലാ നീഡുകളും നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് നടക്കും. 1-2 ദിവസം കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നമുക്കിപ്പോൾ പണ്ടത്തെ പോലെ എന്തെങ്കിലും ഫ്ലഡോ അതുപോലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ പോലും നമുക്കത് കവർ ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ ഒരു ഗുണം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതായത് നമുക്കിപ്പം നാളെ ഒരു ദിവസം തോന്നുകയാണ് ഇപ്പോൾ സാധാരണ ഒരു ഓൺ ഗ്രിഡ് വെക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് നാളെ നമുക്ക് ഓൺ ഗ്രിഡ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇൻവെർട്ടർ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷേ ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്കൊരു സിമ്പിൾ പ്രോഗ്രാം ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ടിങ് വേണ്ടെന്ന് വെക്കാം. KCB ആയിട്ടുള്ള ബന്ധം നമുക്ക് വിച്ഛേദിച്ചിട്ട് നമുക്ക് KCB ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ നമുക്കിത് പ്യുവറായിട്ടൊരു ഓഫ് ഗ്രിഡ് പോലെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതായത് നമുക്ക് ബാറ്ററി എന്നുള്ള യൂസേജ് നടക്കും, പകൽ ലൈവായിട്ട്, അതായത് ബാറ്ററി ഫുള്ളായി കഴിയുമ്പോൾ വീട്ടിലെ ലോഡുകളെല്ലാം ലൈവായിട്ട് സോളാർ പാനലിൽ നിന്ന് ഓടുകയും ചെയ്യും. വൈകുന്നേരം നമുക്ക് ഈ ബാറ്ററിയിലിരിക്കുന്ന സ്റ്റോറേജ് ഉപയോഗിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടൈം ബേസ്, അതായത് മിക്ക ആളുകൾക്ക് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് TOD ബില്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ബില്ലിംഗ് ഒരു 500 യൂണിറ്റിന് മേളിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും TOD ബില്ലിംഗ് ആണ് KCB ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ TOD ബില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്തൊരു താരിഫ്, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, പകൽ സമയത്തൊരു 4 രൂപയാണ് താരിഫെങ്കിൽ പകൽ സമയം നോർമൽ ടൈമാണ്. രാത്രിയിൽ അതായത് പീക്ക് ടൈം എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണി തൊട്ട് രാത്രി 12 മണി വരെ ആയിരിക്കും. ആ ടൈമിൽ ഏകദേശം ഒരു 4 രൂപ എന്നുള്ള നമ്മളോട് KCB മേടിക്കുന്നത് 8 രൂപ ആയിരിക്കും. അതുപോലെ ഓഫ് പീക്ക് ടൈം, അതായത് ഒരു വെളുപ്പിന് 1 മണി മുതൽ രാവിലത്തെ 6 മണി വരെയുള്ള ടൈം, അന്നേരം ഒരു ചാർജ്, ഇങ്ങനെ ആയിരിക്കും നമുക്ക് ചാർജുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ടൈം ബേസ്ഡ് ആയിട്ട് എവിടെ നിന്നൊക്കെ ഇതിൻ്റെ പവർ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്കിതിൻ്റെ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രാത്രിയിലാണ് ഞാൻ പറയല്ലോ 6 മണി തൊട്ട് 12 മണി വരെയാണ് ഏറ്റവും കൂടുതൽ കറണ്ട് ചാർജ് നമുക്ക് വരുന്നത്. ആ ടൈമിൽ നമ്മളെ വീട്ടിലെ ലോഡുകൾ, അപ്പോൾ ആ സമയത്ത് ലൈറ്റ്, ഫാൻ, TV, ഫ്രിഡ്ജ്, മിക്സി അതുപോലുള്ള ലോഡുകൾ KCBയിൽ ഒരു കാരണവശാലും വർക്ക് ചെയ്യരുത്, ഇൻവെർട്ടറിൻ്റെ ബാക്കപ്പിൽ തന്നെ വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആ ടൈമിലുള്ള കറണ്ട് ബില്ല് നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ KCBയുടെ ചൂട് കൂടുന്ന സമയത്തുള്ള പീക്ക് ലോഡ് കൂടുമ്പോൾ വോൾട്ടേജ് ഇഷ്യൂസ് അതിനുള്ള പരിഹാരങ്ങളും നമുക്കാവും. കാരണം അറിയാം, നമുക്ക് നല്ല ചൂടായി കഴിയുമ്പോൾ എല്ലാവരും AC ഒക്കെ ഉപയോഗിക്കുമ്പോൾ പീക്ക് ടൈം ആകുമ്പോഴത്തേന് നൈറ്റിൽ നമുക്ക് വോൾട്ടേജ് ഇല്ലാതെ വരികയും നമ്മുടെ ഡിവൈസസുകളൊന്നും വർക്ക് ചെയ്യാതെ വരികയും മിക്കവാറും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. ഫോൺ ഗ്രിഡ് വെച്ചവർക്കാണെങ്കിലും അങ്ങനെ ആ പ്രശ്നം നമുക്ക് തരണം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഹൈബ്രിഡ് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ബെനിഫിറ്റ് തന്നെയാണ്. അതായത് ഇതിൽ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് സപ്ലൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. 1 സോളാർ, 2 ബാറ്ററി, 3 KCB, 4 ജനറേറ്റർ. ഈ 4 ഇൻപുട്ടും നമുക്ക് ഈ ഇൻവെർട്ടർ സപ്പോർട്ട് ചെയ്യും. നമുക്കിപ്പം സോളാർ ഇല്ലാത്ത സമയത്ത് ബാറ്ററി എന്ന് സപ്പോർട്ട് ചെയ്യും, ബാറ്ററിയും സോളാറും പോയ സമയത്ത് കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ജനറേറ്റർ എന്ന് സപ്പോർട്ട് ചെയ്യും. അതിനുള്ള ഇൻപുട്ട് എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അതൊരു ബെനിഫിറ്റ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം. അതുപോലെ നമുക്ക് വലിയ ഓഫീസുകൾ, അതുപോലുള്ള സ്ഥലങ്ങൾ, ഓഫീസുകൾ, ഫാക്ടറികൾ, അവിടെയൊക്കെ ഓൾറെഡി ഈ ATS സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ATS എന്ന് പറയുമ്പോൾ നമ്മൾ കറണ്ട് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റർ സ്റ്റാർട്ട് ആകുന്ന ഒരു സിസ്റ്റം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് നേരെ ഒരു ചേഞ്ച് ഓവർ വെച്ചിട്ടുണ്ടായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ഓവറും എല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതും ഈ ഇൻവെർട്ടറിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു ഗുണം തന്നെയാണ്. അതായത് EB ഇൻപുട്ടിൽ തന്നെ നമുക്ക് ജനറേറ്ററും കൊടുക്കാനുള്ള ഒരു ഓപ്ഷന് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. അപ്പം EB ഇൻപുട്ട് അത് പ്രോഗ്രാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ജനറേറ്ററിന് അറിയാമല്ലോ, ഫ്രീക്വൻസി വ്യത്യാസമായിരിക്കും, ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സാധാ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറുകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പാടായിരിക്കും. പക്ഷേ നമുക്ക് പ്രോഗ്രാം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് EB ഇൻപുട്ടിൽ കൂടെ തന്നെ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റർ ഓൺ ആയാലും ആ പവറിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്യാനും ആ പവർ നമുക്കിതിൽ ഡൈവേർട്ട് ചെയ്ത് ബൈപാസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ മൊബൈൽ ആപ്പിലാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ഇപ്പോൾ വിദേശത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലോട്ട് എത്ര വാട്ട്സ് ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും എർത്തിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഓഫ് ചെയ്തേക്കുവാണെങ്കിൽ എത്രയും വാട്ട്സിൻ്റെ അകത്ത് നിന്ന് എടുക്കുന്നുണ്ടോ, വാട്ട്സ് ഉപയോഗിക്കുന്നുണ്ടോ, അതൊക്കെ ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. എത്ര വാട്ട്സ് വീട്ടിൽ ഉപയോഗിക്കുന്നു, എത്ര യൂണിറ്റ് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നുണ്ട്, ബാറ്ററിയിൽ എത്ര യൂണിറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, സോളാർ പാനലിൽ നിന്ന് എത്ര യൂണിറ്റ് ഒരു ദിവസം കിട്ടുന്നുണ്ട്, അതിൽ എത്ര എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് KCBക്ക് എത്ര കൊടുക്കുന്നുണ്ട്, എല്ലാ ഡീറ്റെയിലും നമുക്ക് ഈ ആപ്പിൻ്റെ അകത്തും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇൻവെർട്ടറിൻ്റെ അകത്തും മോണിറ്റർ ചെയ്യാനുള്ള സിസ്റ്റം നമുക്കുണ്ട്. ഹൈബ്രിഡ് ഇൻവെർട്ടറിനെ പറ്റിയുള്ള ഈ വീഡിയോ നമ്മളിവിടെ ചുരുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് തോന്നുന്നത്, അതായത് ഇത് ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.